ഡാ 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 എടാ ഒന്ന് എഴുന്നേറ്റേ, ഒന്ന് എഴുന്നേക്കുഞ്ഞേ. നീ പെട്ടെന്ന് റെഡിയായി താഴോട്ടൊന്ന് ഇറങ്ങി വന്നേ. എന്തുവാ? എടാ നമ്മുടെ കുറുപ്പ് സാറ് പറഞ്ഞിട്ടൊരു പെങ്കൊച്ച് താഴെ വന്നിരിക്കുന്നു. പെങ്കൊച്ചോ? എന്തിന്? ആ കൊച്ച് 2 ദിവസം കഴിഞ്ഞ് പുറത്തെങ്ങാണ്ട് പോവുക. അതിന് കൊച്ചിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. ഈ സ്ഥലമൊന്നും വലിയ പരിചയമില്ലാത്തതാ. നീ കൂടെ പോയി ഒന്ന് സഹായിക്കേ. എന്നിട്ട് കുറുപ്പ് സാറൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തെങ്കിലും തിരക്കായതുകൊണ്ടായിരിക്കും. നീ റെഡിയായി പെട്ടെന്ന് അങ്ങോട്ട് വാ. ആ ഡാ, നിനക്ക് കഴിക്കാനുള്ള ഒരു കുറ്റി പുട്ട ഇവിടെ ഇരിപ്പുള്ളൂ. ആ കൊച്ചിനോട് കൊടുക്കാൻ കാണത്തില്ല. നിങ്ങൾ എന്നോട് പുറത്തു പോയി കഴിക്കണേ. പൈസ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അമ്മേ, ഞാൻ റെഡിയാണേ. ആ അമ്മോടെ പേര് ഞാനങ്ങ് മറന്നു. സീത. ഇനി കൊച്ചി വരുമ്പോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങണേ. ആ ഇറങ്ങാട്ടോ. മറ്റന്നാളല്ലേ മോള് പോന്നെ? അതെ അമ്മേ. ആ എവിടുന്ന ഫ്ലൈറ്റ്? ട്രിവാൻഡ്രത്തുനിന്നാ. ഓ ഓ ഓ പോട്ടെ. ആ ആ ഡാ, ആദ്യം കഴിച്ചിട്ടേ പോകാവേ. ഡാ, കഴിച്ചിട്ടേ പോകാവെന്ന്. എക്സ്ക്യൂസ് മീ, എന്താ കഴിക്കാൻ വേണ്ടത്? രണ്ട് മസാല ദോശ. ഇപ്പോഴും പഴയ പോലെ മസാല ദോശ തന്നെയാണോ ഫേവറേറ്റ്? കാർത്തി, എന്താ കാർത്തി ഇത്? പഴയതൊക്കെ പുതുക്കാനാണെങ്കിൽ ഞാനെല്ലാം മറന്നു കഴിഞ്ഞു, നിന്നെ ഉൾപ്പെടെ. അറിയാം, പക്ഷെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഇതുപോലെ നിന്നോടൊന്ന് സംസാരിക്കാൻ കുറേ മാസങ്ങളായി ഓടി നടന്നത്. 3.5-4 വർഷം കൂടെ നിന്നിട്ട് ഒരു ദിവസം രാവിലെ നിൻ്റെ ഒരു മെസ്സേജാണ് വരുന്നത്. താങ്ക്സ് ഫോർ എവറിത്തിങ്, ഗുഡ് ബൈ. എന്താ സംഭവിച്ചേ? എന്തിനാ വിട്ടുപോയേ? ഒന്നും അറിയില്ല. നിന്റെ വീട്ടിൽ വന്ന് അന്വേഷിച്ചു. നീ ബാംഗ്ലൂർക്ക് പോയി. എവിടെയാ, എന്താ, ആരും ഒന്നും പറഞ്ഞില്ല. ഓടി നടക്കുമായിരുന്നു ഒന്ന് കാണാൻ. തിരിച്ച് ജീവിതത്തിലേക്ക് വിളിക്കാനൊന്നുമല്ല. എന്തിനാ, എന്തിനു വേണ്ടിയാ, കാരണം എന്താ, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയാൻ. അതിനുവേണ്ടിയാ ഓടി നടന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ടാ കൂടെ നിന്നൊരാൾ വിട്ടുപോയെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, അത് വലിയ നീറ്റിലാടോ. തനിക്ക് എവിടെ പോണ്ടേന്ന് പറഞ്ഞാൽ മതി, കൊണ്ടുവിടാം. എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകണം. പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അമ്മ വിളിച്ച് പറയാം. നമ്മളെപ്പോഴും വരാറുള്ള നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട്. ഒരിക്കൽ കൂടി നിന്നെയും കൂട്ടി ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. നടക്കുന്ന വിചാരിച്ചതുപോലും അല്ല. താങ്ക്സ്. ഇനി താൻ പൊക്കോ. തനിക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ്? പറയാനുള്ളത് സോറിയാണ്. പിന്നെ അനുഭവിക്കാനുള്ളത് മൊത്തം അനുഭവിച്ച് തീർത്തിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും സോറി. എന്തായിരുന്നു റീസൺ? ഓർമ്മയുണ്ടോ, നീ എനിക്ക് പ്രയോറിറ്റി തരുന്നില്ലെന്ന് പറഞ്ഞു, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നത്. ഒരു സമയത്ത് നീ വേറെ ആരെങ്കിലും കമ്മിറ്റഡ് ആയി പോയോന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. എൻ്റെ ബർത്ത്ഡേ വേറെ ആരും അറിയാതെ
നമ്മൾ രണ്ടുപേരും മാത്രം സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഓർമ്മയുണ്ടോ? അന്ന് കേക്ക് കട്ട് ചെയ്യാൻ രാത്രി 12 മണി മുതൽ രാവിലെ വരെ ഞാൻ നിന്നെ കാത്തു നിന്നു. നീ വന്നില്ല. പിന്നീട് ചോദിച്ചപ്പോൾ സ്ഥിരം പറയാറുള്ള പോലെ എന്തോ തിരക്കിൻ്റെ കഥ പറഞ്ഞു. പക്ഷെ ആ ദിവസം നീ രഞ്ജിമയുടെ ഫ്ലാറ്റിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. ഒറ്റയ്ക്ക് താമസിക്കുന്ന അവളുടെ ഫ്ലാറ്റിൽ അത് നീ എന്നോട് കള്ളം പറഞ്ഞ് താങ്ങാവുന്നതിൽ അധികമായിരുന്നു. എന്നെ ചതിച്ച നിന്നെ ലൈഫിൽ ഇനി കാണരുതെന്നായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും പറയാതെ പോയത്. പക്ഷെ എൻ്റെ ബർത്ത്ഡേക്ക് വരാനിരുന്ന നിന്നെ രഞ്ജിമ അവളുടെ ബോയ്ഫ്രണ്ടും ഫ്ലാറ്റിലേക്ക് വിളിച്ചതാണെന്നും അവർ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യം പ്ലാൻ ചെയ്യായിരുന്നെന്നും ഞാൻ ഈ ലാസ്റ്റ് വീക്ക് അവരെ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. കാർത്തി, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സോറി. ചെറിയ ചെറിയ വഴക്കുകൾ നമുക്കിടയിൽ ഉണ്ടാവുമ്പോൾ 10,000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറരുത്, എന്തെങ്കിലും ഉണ്ടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, തുറന്നു പറയണമെന്ന്. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും, അതെല്ലാം ശരിയാണെന്ന് തീരുമാനിക്കും. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനും ഒന്ന് എവിടെയായിരുന്നു സത്യം പറയണമായിരുന്നു. പക്ഷെ ആരും അറിയേണ്ടതെന്ന് അവർ പറഞ്ഞുകൊണ്ട് വായി വന്നൊരു കള്ളം പറഞ്ഞു പോയതാ. ആർക്കും ദോഷമില്ലാത്തൊരു കള്ളം. നിന്റെ അവസാനത്തെ ആ മെസ്സേജ്, അതിൻ്റെ ഒരു റിപ്ലൈ എങ്കിലും കണ്ടിട്ട് പോയാൽ പോരായിരുന്നു. കള്ളമായാലും സത്യമായാലും ഇത്രയും വർഷം കൂടുണ്ടായിരുന്നല്ലോടോ. എൻ്റെ ഭാഗം പറയാനൊരു അവസരമെങ്കിലും തന്നുകൂടായിരുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. സോറി. സോറി ഒന്നും പറഞ്ഞാൽ ഞാൻ ഓക്കെ ആവില്ല. പിന്നെ എന്ത് പറഞ്ഞാലും നീ ഒന്ന് ഓക്കെ ആവാ. വേണമെങ്കിൽ നീ ഒരു ഹഗ് തന്നോളൂ, ഞാനത് സോറി ആയിട്ട് കൺവേർട്ട് ചെയ്തോളാം. ഈയടാ, അങ്ങനെ ഹഗ് എന്നിട്ട് നീ ഓക്കെ ആവണ്ട. സീത, ഞാനിപ്പോ ബൈ. എടോ, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കും. പക്ഷേ നമ്മളെ ഇൻറ്റൻസായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളുടെ സ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടുമല്ലോ. അങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ജസ്റ്റ് മൂവ് ഓൺ. അപ്പോൾ സമയം കളയാതെ വേഗം ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, വേണ്ട ജോബ് രജിസ്റ്റർ ചെയ്യുക.